ഭഗവാൻ ഗോപികമാരുമായിട്ട് രാസലീല ആടി എന്നതാണ് ഇതിന്റെ കഥയായിട്ട് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഇത് കുറെ ഗോപികമാരാകുന്ന സ്ത്രീകളുടെ കൂടെ കൃഷ്ണനാകുന്ന ഒരു അവതാരപുരുഷൻ നടത്തിയ നൃത്തമല്ല പ്രിയാണ്. ഇതോരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ലീലയാണ് രാസലീല. ആദ്യം നമുക്ക് ആ കഥയിലേക്ക് നോക്കാം, എന്നിട്ട് പിന്നെ അതിന്റെ തത്വങ്ങളിലേക്ക് നോക്കാം. ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രം അപഹരിച്ച ദിവസം ഗോപികമാരോട് പറയേണ്ടായി, നിങ്ങളുടെ കാമത്തെ ഞാൻ പ്രേമമാക്കി തീർക്കുന്നുണ്ട് ഗോപികളെ, അതിനൊരു ദിവസം വരട്ടെ എന്ന്. അങ്ങനെ ഭഗവാൻ ഹേമന്തമാസത്തിലെ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ഒരു പൗർണമി ദിവസം രാത്രിയിൽ തന്റെ പുല്ലാങ്കുഴലുമായിട്ട് യമുനാ നദി കരയിലേക്ക് ചെന്ന് ഒരു പാറക്കെട്ടിന്റെ മുകളിലിരുന്ന് തന്റെ പുല്ലാങ്കുഴലെടുത്ത് വിളിക്കാൻ തുടങ്ങി. ആ പുല്ലാങ്കുഴലിൽ നിന്നും ഉതിർന്ന പ്രേമസംഗീതം ഗോപികമാരുടെ ഹൃദയങ്ങളിൽ പോയി തട്ടിയപ്പോൾ ഒരു നിമിഷം അവരെല്ലാം ആ പ്രേമ ആകർഷണത്തിൽ അങ്ങോട്ട് എല്ലാം മറന്ന് അതിൽ ലയിച്ചുപോയി വരികയാണ്. അവർക്ക് മറ്റൊന്നും ചിന്തകളില്ല. എത്രയും വേഗം കൃഷ്ണന്റെ അടുത്തെത്തണം, അത് മാത്രമേ ചിന്തയുള്ളൂ. ഓരോരുത്തരും അവരവർ ചെയ്യുന്ന പണികൾ അവിടെ വെച്ച് നിർത്തിക്കൊണ്ട് ഓടാൻ തുടങ്ങിയെന്നാണ്. ഭാഗവതം പറയുന്നു, പശുവിനെ കറന്നവൾ അവിടെ ഇട്ടോടി, കുട്ടിക്ക് മുല കൊടുത്തിരുന്നവൾ അവൾ അവിടെ ഇട്ടോടി, വേറൊരു സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുന്നവൾ അവിടെ ഇട്ടോടി, വേറൊരു സ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന അവൾ അവിടെ വെച്ച് നിർത്തി ഓടി. അവർക്കറിയുന്നില്ല തങ്ങൾ എന്താണ് ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ കൃഷ്ണൻ മാത്രം, വേറെ ഒരു ചിന്തയില്ല. കൃഷ്ണന്റേതായി തീരണം, കൃഷ്ണപ്രേമം അനുഭവിക്കണം, കൃഷ്ണൻ തങ്ങളുടേതാവണം, ഇത് മാത്രമേ അവർക്ക് മോഹം. അങ്ങനെ അവര് ഭഗവാന്റെ അടുത്തെത്തിയ സമയത്ത് ഒരു നിമിഷം ഭഗവാൻ അവരെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞു, വരൂ വരൂ ഗോപികളെ, എല്ലാവരും വരൂ. എന്നിട്ട് ചോദിച്ചു, എന്തിനാവോ നിങ്ങൾ എല്ലാവരും ഓടി വന്നത് എന്ന്. അവിടെ വല്ല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പൊതുവെ വല്ല അപകടങ്ങളും ഉണ്ടെങ്കിലാണല്ലോ നിങ്ങൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുക. അല്ല അവിടെ കത്തി, ഇവിടെ കൃത്യ കൃഷ്ണ, അവിടെ ഒരു അസുരൻ വന്നു, ഇവിടെ അത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കരയാറ്. ഇപ്പോഴാരാ വന്നത്? അപ്പൊ അവര് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, ഭഗവാനെ, പ്രേമത്തോടുകൂടി വന്നവരാ ഞങ്ങൾക്ക് മറ്റൊന്നും ആഗ്രഹമില്ല, അങ്ങയെ കാണണം, അങ്ങയുടെ സമീപത്തിരിക്കണം. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ശരിയേയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീകളാണ്. ഭർത്തശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ, ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് സ്ത്രീകളുടെ ധർമ്മം. അതുകൊണ്ട് വന്നത് ശരിയേയില്ല, വേഗം തിരിച്ചു പോകൂ. ദൂരെ നിന്ന് എന്നെ ഭജിക്കുന്നതാണ് അടുത്തിരുന്ന് ഭജിക്കുന്നതിനേക്കാൾ ശക്തി എന്നെല്ലാം ഭഗവാൻ പറഞ്ഞവരെ പറഞ്ഞയക്കുമ്പോൾ കൽത്തൂണുകൾ പോലെ നിന്നവര് എല്ലാവരും കരയാൻ തുടങ്ങി. ആ നിലാവത്ത് ഭഗവാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ എല്ലാം കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞ് ആ വേദനിക്കുന്ന മനസ്സുമായിട്ട് അവർ ഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഭഗവാനെ, ഇങ്ങനെ പറഞ്ഞയക്കാനല്ലല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കരുത് ഭഗവാനെ, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്കായിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ വന്ന ഞങ്ങളെ പറഞ്ഞയക്കുന്നത് ശരിയാണോ? പ്രേമവിരഹത്താൽ വേദനിക്കുന്ന അവരുടെ മനസ്സ്. കുറെ നേരം ഭഗവാനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്, സ്ത്രീകളുടെ ധർമ്മം ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ്. പക്ഷേ ഞങ്ങൾ ഭർത്താവായി കാണുന്നത് അങ്ങനെയാണ്. അതെങ്ങനെ ഞാൻ നിങ്ങളുടെ ഭർത്താവാവുക? ഭഗവാനെ, മനസ്സാകുന്ന ഭാര്യയുടെ ഭർത്താവാണ് കൃഷ്ണനാകുന്ന ഭഗവാൻ എന്ന് പറയണം. ആ കൃഷ്ണ ചൈതന്യം മനസ്സിലില്ലായിരുന്നു എങ്കിൽ, കൃഷ്ണ ചൈതന്യം ശരീരത്തിലില്ലായിരുന്നു എങ്കിൽ, ഭഗവാനാകുന്ന ചൈതന്യം ശരീരത്തിലില്ലായിരുന്നു എങ്കിൽ മനസ്സിനെങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? അതുകൊണ്ട് അങ്ങാകുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ നേരെ നോക്കിയപ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി. പിന്നീട് ഗോപികളുമായിട്ട് ഭഗവാൻ അവിടെ വെച്ചിട്ട് പുല്ലാങ്കുഴലും എടുത്ത് പാട്ടും നൃത്തവും ആട്ടവും ഒക്കെ ആടി. കൈകൾ വെച്ച് അവരുടെ കഴുത്തിലൊക്കെ കൈകൾ വെച്ച് ആട്ടവും പാട്ടവും നൃത്തവും എല്ലാം കൊണ്ട് അവർ മറന്ന് ലയിച്ചു. ആ വൃന്ദാവനം ധന്യമായി പറയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോപികമാരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരാൻ തുടങ്ങി, ഓ, ഞങ്ങൾ എത്ര ഭാഗ്യവതികളാണ്, ഭഗവാൻ ഞങ്ങളുടെ കൂടെയല്ലേ കളിക്കുന്നത്, വേറെ ആരുടെയും കൂടെ കളിക്കുന്നില്ലല്ലോ എന്നൊരു അഹങ്കാരം അവരുടെ ഉള്ളിൽ തോന്നിയപ്പോ ഭഗവാൻ ആ നിമിഷം അവരുടെ അടുത്തുനിന്ന് മറഞ്ഞുപോയി എന്നാണ്. അങ്ങനെ അവരെല്ലാവരും നോക്കുന്ന സമയത്ത് കൃഷ്ണനെ കാണുന്നില്ല. വേദന കൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു, എവിടെ കൃഷ്ണൻ, നമ്മുടെ കൃഷ്ണനെ കാണുന്നില്ലല്ലോ എന്ന്. അങ്ങനെ അവിടെ വെച്ച് അവർ ഭഗവാനെ കാണാൻ വയ്യാതെ വിരഹത്താൽ വേദനിച്ച് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി, കാട്ടിന്റെ ഉള്ളിലേക്ക്. എവിടെങ്കിലും കൃഷ്ണൻ മറഞ്ഞിരിക്കുന്നുണ്ടോ, കൃഷ്ണന്റെ പാദങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ. ഭഗവാനെ കാണുന്നില്ല. ഓരോ ഗോപികയും അവിടെ വെച്ചിട്ട് ഭഗവാൻ ആടിയ ലീലകളൊക്കെ ഓർത്തുകൊണ്ട്
കാളിയനായിട്ട് ഒരുത്തി ആടി നോക്കി, ഒരാൾ പൂതനയായിട്ട് ആടി വേഷം കെട്ടി, ഒരാൾ ശകടാസുരനെ പോലെ വേഷം കെട്ടി, ഒരാൾ തൃണാവർത്തനെ പോലെ വേഷം കെട്ടി. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വേഷമൊക്കെ ആടി നൃത്തമൊക്കെ ആടി ഭഗവാനെ അന്വേഷിച്ച വിരഹവേദനയാൽ പ്രേമത്താൽ നിറഞ്ഞ മനസ്സുമായിട്ട് അവര് എല്ലാം മറന്നാടുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഭഗവാന്റെ പാദങ്ങളിതാ മണ്ണിലിങ്ങനെ പതിഞ്ഞു കിടക്കണോ, ശംഖും ചക്രവും അടയാളങ്ങൾ. സന്തോഷം കൊണ്ട് അവർ മതിമറന്നു. അടുത്ത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതാ ഒരു സുന്ദരിയായ ഗോപികയുടെ പാദമുണ്ട്. അപ്പൊ മനസ്സിലായി കള്ളൻ ഒറ്റയ്ക്കല്ല പോയത്, കൂടെ ഒരു ഗോപികയുണ്ട് എന്ന്. അവളെത്ര ഭാഗ്യവതിയാണ്, അവളെത്ര ധന്യയാണ്, അവൾക്ക് കൃഷ്ണന്റെ കൂടെ പോവാൻ സാധിച്ചല്ലോ, നമ്മളെന്നും കൊണ്ടുപോയില്ലല്ലോ കൃഷ്ണൻ എന്നൊക്കെ വിചാരിച്ച് അസൂയപ്പെട്ട് അവരിയ്ക്കുമ്പോൾ, അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഗോപികയുടെ പാദമേ ഉള്ളൂ, കൃഷ്ണന്റെ പാദം അപ്പോഴും കാണുന്നില്ല. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നു അതാ ഒരു ഗോപിക അവിടെ തളർന്നു കിടക്കുകയാണ്. അവൾ പറയുകയാണ്, ഭഗവാനെ എന്നെ ഉപേക്ഷിച്ചു പോയത് ശരിയാണോ, എന്നെ ഇങ്ങനെ കൈവിടാൻ പാടുമോ, എന്തിനാ എന്നെ ഉപേക്ഷിച്ചതെന്ന്. അപ്പോ അവളോട് ചോദിച്ചപ്പോൾ അവളെന്താ പറയുന്നത്, അവളുടെ കൂടെ ഭഗവാൻ പോയിരുന്നു കുറച്ചു ദൂരം. അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് ഒരു മാല വേണമെന്ന്. ഉടനെ ഭഗവാൻ പൂക്കളൊക്കെ എടുത്തിട്ട് ഒരു മാലയൊക്കെ കോർത്ത് അവളുടെ കഴുത്തിലിട്ടു. അപ്പൊ അവൾ പറഞ്ഞു, തലയിൽ ചൂടാൻ മാല വേണമെന്ന്. അപ്പം ഭഗവാൻ മറ്റൊരു മാല ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അവൾ പറഞ്ഞു, എനിക്കിനി ഒരു അടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ, എന്നെ ഏറ്റിക്കൊണ്ടുപോകണമെന്ന്. അപ്പൊ ഭഗവാന് തോന്നി ഇത്തിരി കുറുമ്പ് വെളുക്കുമായിട്ടുണ്ടെന്ന്. ഭഗവാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പാറയുടെ മുകളിൽ കയറിക്കോളൂ, ഞാൻ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കാം, എന്റെ പുറത്ത് കയറിക്കോളൂ. അവൾ പാറയുടെ മുകളിൽ ചാടിയപ്പോഴേക്കും ഭഗവാൻ എത്തേണ്ട അടുത്തെത്തി. അവളതാ അവിടെ വീട് കിടക്കണം. അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഹേ നാദരം രമാനാഥ ക്വാസി ക്വാസി മഹാബ്ജ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. എത്രയും വേഗം പ്രസന്നമാകൂ, പ്രകടമാവൂ എന്നൊക്കെ. ഗോപികമാർക്ക് മനസ്സിലായി ഭഗവാൻ എല്ലാവരുടെ അടുത്തു നിന്നും മറിഞ്ഞിരിക്കണു, ഭഗവാൻ അവിടെയൊന്നുമില്ല എന്ന്. അവരെല്ലാവരും ആ പ്രേമവിരഹത്താൽ യമുനാ നദി കരയിലേക്ക് വന്ന് ഒന്നിച്ച് വേദന ഉള്ള ഹൃദയം കൊണ്ട് പാടുന്ന പാട്ടാണ് ഗോപികാഗീതം. അവർ പറയുന്നു, ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും ധന്യമായൊരു സ്ഥലമാണ് വ്രജഭൂമി. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്നു അവിടെ. പക്ഷേ അവിടെ വേദനിക്കുന്നൊരു കൂട്ടര് ഗോപികമാര് മാത്രമാണ്, ഞങ്ങൾ മാത്രമാണ്. എന്തിനാണ് ഭഗവാനെ ഞങ്ങളെ മാത്രം ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പറയുന്നു, ജയതി തേതികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രയീ ദയിതദൃശ്യതാം ദിക്ഷു താവക ത്വയിദൃദാസവ ത്വാം വിജുന്നതേ. വളരെ അനുഗ്രഹീതമായ വ്രജഭൂമിയിൽ വേദനിക്കുന്ന ഞങ്ങളെ മാത്രം എന്തിനിങ്ങനെ ഉപേക്ഷിച്ചു പോകണം കൃഷ്ണ? വാസ്തവത്തിൽ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നത് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല ഭഗവാനെ, അശുൽക്കദാസികളാണ് ഞങ്ങൾ. ഒന്നും പ്രതീക്ഷിക്കാതെ പ്രേമം മാത്രം പ്രതീക്ഷിച്ച് സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. എന്നിട്ടെന്തിനാ ഞങ്ങളെ കൊല്ലാതെ കൊന്ന് ഈ രാത്രിയിൽ വേദനിപ്പിക്കുന്നത്? ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാഭൃശ സുരതനാദതേ അശുൽക്കദാസിക വരദനീഗ്നതോ നേഹ കിം വദ. കൊല്ലാതെ എന്തിന് ഞങ്ങളെ കൊന്നുകൊണ്ട് വേദനിപ്പിക്കുന്നു ഈ രാത്രിയിൽ കൃഷ്ണ? അങ്ങേക്ക് അറിയാലോ, ഞങ്ങൾ അങ്ങയെ കാണുന്നത് ഒരു യശോദാദേവിയുടെയോ നന്ദഗോപരുടെയോ പുത്രനായിട്ടല്ല, എല്ലാവരുമാക്കി തീർക്കുന്ന ഒരു നിത്യ ചൈതന്യമായിട്ട് ഞങ്ങൾ അങ്ങയെ കാണുന്നു. അതുകൊണ്ട് ഭഗവാനെ, ഞങ്ങൾ അങ്ങയെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് പറയാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നഖലു ഗോപിക നന്ദനോപവാൻ അഖിലദേഹിനാം അന്തരാത്മതൃ വികനസാത്തിദോ വിശ്വഗുപ്തയേ സഖവുദേവാൻ സത്വതം കുലേ. അങ്ങ് ബ്രഹ്മാവിന്റെ ആഗ്രഹപ്രകാരം യദുകുലത്തിൽ വന്ന് ഒരു രൂപമെടുത്ത് അവതരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങ് ഇരിക്കുന്നത് അഖിലദേഹിനാം അന്തരാത്മതൃ, എല്ലാവരുടെയും അന്തരാത്മാവായി എല്ലാവരുമാക്കി തീർക്കുന്ന ആളാണ്. ഇനി ഞങ്ങൾക്കറിയാം, അങ്ങയെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ഭയം എന്ന വികാരത്തിൽ നിന്നും മുക്തമാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ അനുഗ്രഹീതമായ കരങ്ങളെടുത്ത് ഞങ്ങളുടെ ശിരസിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് അവർ പറയുന്നു ഭഗവാനോട്. വിരജിതാഭയം വിഷ്ണിതുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാൽ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം.
ആ അനുഗ്രഹീതമായ കൈകളെടുത്ത് ഞങ്ങളുടെ ശിരസിൽ വെച്ച് ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിക്കൂ. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെ നിന്നാ കേട്ടത്? എത്രയോ മഹാത്മാക്കൾ അങ്ങയെക്കുറിച്ചല്ലേ കീർത്തിക്കുന്നത്, എത്രയോ നമ്മുടെ ശാസ്ത്രങ്ങൾ അങ്ങയെക്കുറിച്ചല്ലേ കീർത്തിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഭഗവാനെ. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ താപങ്ങളെ ശമിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തവ കഥാമൃതം തപ്തജീവനം കവിബിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമതാതതം ഭുവി ഗൃണന്തി തേ ഭൂരിതാജന. എത്രയോ ആളുകളുടെ ദുഃഖം മാറ്റാൻ, മറയ്ക്കാൻ പ്രേമത്തോടുകൂടിയിട്ടുള്ള അങ്ങയുടെ കീർത്തനങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, ശ്രവണങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് മാത്രം എന്താ ഭഗവാനെ ഈ വേദന അകറ്റാൻ പറ്റാത്തത്? ഇത്രയും ഞങ്ങളടുത്ത് നിന്ന് വിട്ടുനിൽക്കുന്നത് കൊണ്ടല്ലേ? വാസ്തവത്തിൽ ഭഗവാനെ, ഈ ലോകത്തിൽ സുഖം എന്നൊരു സത്യമുണ്ടെങ്കിൽ അത് അങ്ങയുമായി ചേരുമ്പോൾ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതേതുപോലെയാണത്? സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗവേ സ്മരണം നൃണാ ഈരനത്തേയധരാമൃതം. ഭഗവാനെ, ഏതുപോലെയാണ് അങ്ങയുമായി ചേർന്ന് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത്? എപ്രകാരമാണോ അങ്ങ് മുരളിയെ ചുംബിക്കുന്നത് അതുപോലെയാണ്. ഭഗവാന്റെ ഒരു മനോഹരമായൊരു രൂപവർണ്ണനയാണ് മുരളിയേന്തിയ കൃഷ്ണൻ, ഓടക്കൊള്ളേന്തിയ കൃഷ്ണൻ. ആ കൃഷ്ണനെ വിളിക്കുക മുരളീധരൻ അല്ലെങ്കിൽ മുരളീകൃഷ്ണൻ ഒക്കെയാണല്ലോ വിളിക്കുക. ഭഗവാൻ മുരളീധരനാണ്. മുരളീധരൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താ നമ്മുടെ വ്യാസമഹർഷി അർത്ഥമാക്കുന്നത്? മുരളി നമ്മുടെ ശരീരത്തിന്റെ പ്രതീകമാണ് പ്രിയൻ. മുരളിയിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഓടമുളയാണ്. സ്വയം ചൈതന്യമില്ലാത്ത ജഡമായൊരു വസ്തുവാണ് ഈ ഓടമുള. സ്വന്തം സംഗീതമുണ്ടാക്കാൻ അതിന് സാധ്യമല്ല. എന്നാൽ ജീവനുള്ള ഒരാളുടെ ചുണ്ടിലേക്ക് അത് പകർന്നു വയ്ക്കുമ്പോൾ ആ മുളയുടെ ഉള്ളിൽ നിന്ന് സംഗീതം പൊഴിക്കാൻ സാധിക്കും. 7 സ്വരങ്ങളുടെ ദ്വാരവും രണ്ടറ്റത്തെ ദ്വാരവും ചേർന്നാൽ 9 ദ്വാരങ്ങൾ മുരളിയിൽ കാണാം നിങ്ങൾക്ക്. നമ്മുടെ ശരീരവും 9 ദ്വാരങ്ങളുള്ള ഒരു ജഡവസ്തുവാണ്, ഒരു കൊള്ളുപോലിരിക്കുന്നു പ്രിയാണ്. നവദ്വാരേ പുരേദേഹി, 9 ദ്വാരങ്ങളാണ് ഇതിലൂടെയുള്ളത്. ഈ നവദ്വാരങ്ങളുള്ള 9 ദ്വാരങ്ങളുള്ള ഒരു ജഡവസ്തുവിന് ചൈതന്യം കിട്ടുന്നത് എപ്പോഴാണ്? ഒരു കൃഷ്ണന്റെ കയ്യിൽ അതിരിക്കുന്നത് കൊണ്ടാണ്. ഈ ശരീരത്തെ ചൈതന്യവത്താക്കാൻ ഒരു കൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ്. എപ്പോ കൃഷ്ണന്റെ സാന്നിധ്യം ഇതിലില്ലേ, പിന്നെ ഈ സാധനം വെറും മുള തന്നെയാണ്. അതുകൊണ്ടാണ് ഭാരതീയർ ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഇന്നിപ്പതൊക്കെ വളരെ കുറവായി തുടങ്ങിയിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ മുളയിലാണ് ശവം കൊണ്ടുപോവുക. മുള കൊണ്ടാണ് കെട്ട് ആദ്യം. ആ ശവം കൊണ്ടുപോകാനുള്ള സംഗതികൾ ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ആ കൾച്ചർ നിങ്ങൾക്ക് കാണാം. ആ മുളയിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ശരീരം വെറും ഒരു മുളത്തണ്ട് മാത്രം. അതിനെ സംഗീതവത്താക്കുന്നവനാരോ അവനാണ് കൃഷ്ണൻ എന്ന് പറയാണ്. അപ്പൊ എന്തു വേണം? ആ കൃഷ്ണാനുഭൂതി അനുഭവിക്കണമെങ്കിൽ സ്വരിതവേണുനാ സുഷ്ടുചുംബിതം, ഭഗവാന്റെ ചുണ്ടിലേക്ക് ആ മുരളി ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിലൂടെ സംഗീതം പൊഴിയുന്നത്. അതുപോലെ ഈ മനസ്സാകുന്ന ചുണ്ടുകൊണ്ട് ഭഗവാനെ ചുംബിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ഇതരരാഗ വിസ്മാരണം, ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കുന്ന വികാരങ്ങളെ മറന്നുകൊണ്ട്, ശോകനാശനം, ദുഃഖത്തെ നശിപ്പിച്ചുകൊണ്ട് പറയുന്നു സുരതവർദ്ധനം, ആനന്ദത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമല്ലോ ഭഗവാനെ. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് പറയാണ്. അപ്പൊ മനസ്സുകൊണ്ട്, മനസ്സാകുന്ന ചുണ്ടുകൊണ്ട് കൃഷ്ണനെ ചുംബിക്കാൻ സാധിക്കണം, പ്രേമത്തോടുകൂടി ചുംബിക്കാൻ സാധിക്കണം. സംഗീതം എപ്പോഴും പുറത്തു വരിക ശാന്തമായ മനസ്സിൽ നിന്നാണ്. ടെൻഷനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും സംഗീതം ചൊല്ലാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാം, നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളോടൊരു പാട്ട് പാടാൻ പറഞ്ഞു നോക്കൂ, നിങ്ങളൊന്ന് കൊടുത്തിട്ട് പറയും പാട്ട് അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ എന്ന്. എന്നാൽ വളരെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ, പൊതുവെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പാടാത്തവരും പാടാറുണ്ട്. അപ്പൊ ആ സമയത്ത് മനസ്സ് ശാന്തമാണ്, മനസ്സിൽ സംഗീതം വരും എന്ന് പറയാം, ഒരു പ്രേമഭാവം വരും എന്ന് പറയാം, സ്നേഹഭാവം വരും എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഏത് പാട്ടുകാരനല്ലെങ്കിലും ബാത്റൂം പാട്ടെന്ന് പറയുന്നതിനെ, അതറിയാത്ത സംഗീതം അറിയാത്തവരാരും ഉണ്ടാവില്ല.
എന്തെങ്കിലും ഒരു മൂളിപ്പാട്ട് പാടിയേ പറ്റുള്ളൂ. അത് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വരും എന്ന് പറയാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം സംഗീതമാക്കി തീർക്കണം ജീവിതമെങ്കിൽ എന്ത് വേണം? സ്വരിതവേണുന സുഷ്ടു ചുംബിതം. എപ്പോഴും ഈ മുരളീധരനെ സ്മരിക്കുക. ഒരു ഓടക്കുഴൽ ചുംബിച്ചുകൊണ്ട് അതിലൂടെ സംഗീതം മുഴക്കുന്ന കൃഷ്ണനെ സ്മരിക്കുക. എന്നിട്ട് മനസ്സാകുന്ന ചുണ്ടുകൊണ്ട് ഭഗവാനെ അങ്ങയെ ചുംബിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാനെ നമ്മളെപ്പോ ചുംബിക്കുന്നുവോ, ഭഗവാനെ എപ്പോ നാം ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്മരിക്കുന്നുവോ, പ്രേമത്തോടെ സ്മരിക്കുന്നുവോ, ഇതരരാഗ വിസ്മാരണം, എല്ലാ ദുഃഖത്തിന്റെ രാഗങ്ങളെയും വിസ്മരിക്കാൻ സാധിക്കും. ഭഗവാനെ ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നോക്കൂ എത്ര ആഴത്തിലേക്കാണ് ആ തത്വങ്ങളൊക്കെ വ്യാസമഹർഷി നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് പതിസുതാന്വയ ഭ്രാതബാന്ധവാൻ അതിവിലംഘ്യതേന്ത്യച്യുതാഗത ഗതിവിതസ്തവോ ഗീതമോഹിത ഗീതവയോഷിത കസ്ത്യജന്നിശി. ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, വീടുണ്ട്, പലതുമുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ച് ഈ കാട്ടിൽ വന്ന് അങ്ങയെ ശരണം പ്രാപിച്ച ഞങ്ങളെ ഈ രാത്രിയിൽ എന്തിന് കൃഷ്ണ ഉപേക്ഷിക്കണം? ഞങ്ങളെ ഒന്ന് വന്ന് അനുഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞവര് വേദന കൊണ്ട് പ്രേമവിരഹത്താൽ പാടിക്കൊണ്ട് ഭഗവാനെ സ്മരിച്ചപ്പോഴൊന്നും ഭഗവാൻ വന്നില്ല. അപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ തോന്നിയത്, അയ്യോ ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങളുടെ ദുഃഖാണല്ലോ പറയുന്നത്, ആ ഭഗവാന്റെ വിഷമമൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ലല്ലോ. ഈ രാത്രിയിൽ കൂരാക്കൂരിട്ടുള്ള രാത്രിയിൽ കാട്ടിൽ വെളിച്ചമില്ലാതിരിക്കുമ്പോൾ അവിടെ ഭഗവാൻ ഓടിച്ചാടി ഞങ്ങളെ കാണാതെ മറയുമ്പോൾ ആ കൂർത്ത കല്ലുകളൊക്കെ ആ പാവം പാദങ്ങളിൽ കുത്തുമ്പോൾ വേദന ഉണ്ടാവില്ലേ കണ്ണന്? ആ ഭഗവാന്റെ പാദങ്ങളിൽ വേദന ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് അവർ പറയുന്നു, യത്തേ സുജാതരണാം പുരുഹം സ്തനേഷു ഭീതാശനൈപ്രിയതീമഹി കർക്കശേഷു തേനാടവീ മടസിതേന കിംസിൽ കൂർപ്പാതിഭ്രമതിദേ ഭവതായുഷാം. ഭഗവാനെ ആ കൂർത്തമൂർത്ത കല്ലുകൾ അവിടുത്തെ കാലുകളിൽ പതിയുമ്പോൾ ആ വേദന ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാത്രിയിൽ ഞങ്ങളെ പരീക്ഷിക്കാൻ അങ്ങയ്ക്ക് വേദന ഉണ്ടാക്കരുത് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭഗവാനെ സ്മരിച്ചതും, എപ്പോൾ ഗോപികൾ അവരുടെ ദുഃഖത്തെ മറന്ന് ഭഗവാനെ സ്മരിച്ചുവോ, ഭഗവാനത അവരുടെ മുന്നിൽ പീതാംബരധാരിയെക്കൊണ്ട് കാമദേവന് പോലും കാമം ജനിപ്പിക്കുന്ന രൂപത്തെ എടുത്തുകൊണ്ട് പ്രകടമായെന്നാണ്. താസാമാവിരഭൂശൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരസ്വഗീ സാക്ഷാൽ മന്മഥ. എവിടെ പ്രേമത്തോടുകൂടിയിട്ട് നാം ഭഗവാനെ വിളിക്കുന്നുവോ സ്മരിക്കുന്നുവോ അവിടെ ഭഗവാൻ പ്രകടമായിരിക്കുന്നതാണ്. ഏത് രൂപത്തിൽ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പല രൂപങ്ങളിലും ഭഗവാൻ പ്രകടമാവാം, പല ഭാവങ്ങളിൽ പ്രകടമാവാം, പല ചിന്തകളുടെ രൂപത്തിൽ പ്രകടമാവാം. പ്രതിബോധവിദിതം മതന്ന, ഒരുപക്ഷേ ചിന്തകളുടെ രൂപത്തിൽ ഭഗവാൻ പ്രകടമാവുന്ന, പ്രേമത്തോടുകൂടിയിട്ട് പാഞ്ചാലി വിളിച്ചപ്പോൾ സാരിയുടെ അവതാരം എടുക്കേണ്ടി വന്നു ഭഗവാന്, പ്രേമത്തോടുകൂടി വിളിച്ചപ്പോൾ എച്ചിലല കഴിക്കാൻ വേണ്ടി പോവേണ്ടി വന്നു ഭഗവാന്, പ്രേമത്തോടുകൂടി അർജുനൻ വിളിച്ചപ്പോൾ അർജുനന്റെ മുന്നിൽ ഗീതാചാര്യനായി ഭഗവാൻ. ഇങ്ങനെ ഓരോരുത്തരുടെയും മുന്നിൽ ഭഗവാൻ പല പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഉദ്ധവരുടെ മുന്നിൽ പരമഗുരുവായി തീർന്നു ഭഗവാൻ. ഇങ്ങനെ ഓരോരുത്തരുടെയും മുന്നിൽ അവതരിച്ച ഭഗവാൻ ഇപ്പൊ നമ്മുടെയൊക്കെ മുന്നിൽ ഭാഗവത രൂപത്തിൽ അവതരിച്ചിരിക്കുന്നെങ്കിലും ഇനിയും നമുക്ക് അതിലൊന്നും വിശ്വാസം വന്നിട്ടില്ല എങ്കിൽ പ്രേമത്തോടുകൂടി സ്മരിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വേണ്ട രൂപത്തിൽ ഭഗവാൻ എത്തിയിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കണ്ണു വേണം, മനസ്സ് വേണം. ഒരിക്കലൊരു ഭക്തനുണ്ടായിരുന്നു, ഭഗവാന്റെ വലിയ ഭക്തനാണ് അദ്ദേഹം. എപ്പോഴും നാരായണ 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 എന്നേ ജപിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ സുനാമി വന്നു. അപ്പൊ കടൽപ്പുറത്ത് അയാൾ താമസം. സുനാമി വന്ന സമയത്ത് ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റും വെള്ളം വന്നു. അപ്പൊ ഒരു തോണിക്കാരൻ പറഞ്ഞു, നോക്കൂ ഇവിടെ കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേഗം ഇതിലേക്ക് കയറിക്കൊള്ളൂ, ഞങ്ങൾ രക്ഷപ്പെടുത്താൻ, എനിക്കത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ആളെ രക്ഷപ്പെടുത്തണമെന്ന്. അപ്പൊ അയാള് ഇങ്ങനെ പറയാണ്, നാരായണനാമം ജപിച്ചിട്ട് പറയാം, ഏയ് അങ്ങനെയൊന്നും ഞാൻ വരില്ല, എന്നെ രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ വരുമെന്ന്. അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നിട്ട് അടുത്ത ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് അയാൾ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സുനാമിയുടെ ആഘാതം ഒന്നുകൂടി കൂടി, ബോട്ടുമായിട്ടൊരു പാർട്ടി വരുന്നുണ്ട്. എത്രയും വേഗത്തിൽ കയറിക്കോളൂ, വെള്ളം കൂടുതൽ കയറി വരികയാണ്, ഇനി നിവൃത്തിയില്ല എന്ന്. അയാൾ പറഞ്ഞു, ഞാനിതിലൊന്നും കയറില്ല, ഞാൻ ഗുരുവായൂരപ്പൻ വന്നാലേ പോവുള്ളൂ. അവരും പോയി. കുറച്ചു കഴിഞ്ഞപ്പോ, കുറേയും കൂടി കഴിഞ്ഞപ്പോ വെള്ളം അങ്ങോട്ട് കൂടി, ഈ
ഇദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി. ഇദ്ദേഹം വീട്ടിന്റെ മുകളിൽ കയറി ഓടിന്റെ പുറത്തിരിക്കുകയാണ്. എപ്പോഴാ വെള്ളത്തിലേക്ക് വീട് പോകണമെന്നുള്ളതാണ്. ആ സമയത്ത് ഹെലികോപ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എയർഫോഴ്സിന്റെ, വല്ലവരൊക്കെ രക്ഷിക്കാനുണ്ടോ എന്ന്. അപ്പൊ ഇയാൾ വീട്ടിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഹെലികോപ്റ്ററിൽ നിന്ന് അനൗൺസ്മെന്റ് നടത്തി, ഇതേ എത്രയും വേഗം ഞങ്ങളൊരു സാധനം ഇട്ട് തരാം, പിടിച്ചത് കയറിക്കോളൂ എന്ന്. അയാൾ പറഞ്ഞു, ഞാൻ വരില്ല, ഗുരുവായൂരപ്പൻ വരുമെന്ന്. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ സുനാമിയിൽ വീട് മുഴുവൻ വെള്ളത്തിലേക്ക് പോയി. ഇയാൾ ശ്വാസം മുട്ടി വെള്ളം കുടിച്ച് മരിച്ചു. അങ്ങനെ ഇയാൾ സ്വർഗത്തിലെത്തി എന്നാണ് പറയുന്നത്. കാരണം പുണ്യം കുറച്ച് ചെയ്തിട്ടുണ്ട്, നാമം ചൊല്ലി എന്നുള്ളത്. അവിടെ എത്തിയപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടു. പറഞ്ഞു, എന്നാലും ഈ ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന്. ഭഗവാൻ ചോദിച്ചു, ഏത് ചതിന്ന്? അല്ല, അങ്ങല്ലേ പറഞ്ഞു അങ്ങയെ സ്മരിച്ചാൽ അങ്ങ് രക്ഷിക്കാൻ വരും എന്നുള്ളത്. ഭഗവാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കാൻ വന്നില്ല എന്നെങ്ങനെ അങ്ങേക്ക് അറിയാമെന്ന്. അങ്ങ് വന്നില്ലല്ലോ, ഞാൻ എത്ര കരഞ്ഞു, ഞാൻ എത്ര കാത്തിരുന്നു. നിങ്ങളെന്താ വിചാരിച്ചത്? ഞാൻ മഞ്ഞപ്പട്ടോ കൊഴുത്ത് ശംഖചക്ര കഥ വെച്ചിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വരുന്നു? എനിക്കതിന്റെ പണിയല്ലേ. ഞാൻ വന്നു സുഹൃത്തെ, നീ അത് തിരിച്ചറിഞ്ഞില്ല. ഞാനൊരു തോണിക്കാരന്റെ രൂപത്തിൽ വന്ന് നിന്നെ വിളിച്ചുവോ? അതങ്ങായിരുന്നു. പിന്നെ ആരായിരുന്നു? ഞാൻ തന്നെയായിരുന്നു അങ്ങനെ വന്നത്. എന്നിട്ടും നീ പൊട്ടൻ കേട്ടില്ല. എന്നിട്ട് ഞാനൊരു ബോട്ടിന്റെ രൂപത്തിൽ വന്നു. അത് ശേഖരൻകുട്ടിയല്ലേ? ഞാൻ തന്നെയാണ് ശേഖരൻകുട്ടിയുടെ രൂപത്തിൽ വന്നത്. എന്നിട്ട് ഹെലികോപ്റ്ററിൽ അത് പട്ടാളക്കാരല്ലേ? അതൊക്കെ ഞാൻ തന്നെയായിരുന്നു പറയാൻ. അപ്പൊ ഏത് രൂപത്തിൽ ഭഗവാൻ വരുന്നു എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അറിവ് പോലെ മനസ്സിലാക്കാൻ പറ്റും. ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റും, ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഏതായാലും ഇപ്രകാരം അവർ കരഞ്ഞതും ഭഗവാൻ പ്രകടമായി. ഭഗവാൻ പ്രകടമായതും ഒരു വിരഹദുഃഖത്തിൽ ഇരിക്കുമ്പോൾ, അതായത് 2-3 വർഷം ഭർത്താവ് ഗൾഫിലിരുന്നിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതുപോലെ ആ ഗോപികമാർക്ക് ഭഗവാൻ കുറെ നേരം കാട്ടിലൊക്കെ ഒളിഞ്ഞിരുന്നിട്ട് പിന്നെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. ഗോപികമാരുടെ കാര്യത്തിൽ ഓക്കെ, നമ്മുടെ കാര്യത്തിൽ അത്ര ശരിയില്ല സ്വാമിന്ന്. കാരണം ഇന്നിപ്പോൾ അത്ര തീവ്രതയൊന്നുമില്ല. കാരണം ഡെയിലി ചാറ്റിംഗ്, പിന്നെന്താണ്, എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിലൂടെയൊക്കെ പലതും നടത്താൻ പറ്റില്ലല്ലോ. അന്നതൊന്നും സൗകര്യങ്ങളില്ല. ഇന്നിപ്പോ ഫോൺ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോ ഭഗവാനെ കണ്ടതും അവരെല്ലാം മറന്നുകൊണ്ട്, ഒരാളിതാ ഭഗവാനെ ആലിംഗനം ചെയ്യണോ, ഒരാളെ ഉമ്മ വയ്ക്കണോ, ഒരാൾ ഭഗവാന് താമ്പൂലം കൊടുക്കണോ, ഒരാൾ താമ്പൂലം തുപ്പാൻ തന്റെ കൈ വെച്ചു കൊടുക്കണോ, എന്തൊക്കെയാണ് അവർക്ക് അറിയില്ല. ഭ്രാന്ത് അവർ മറന്നുകൊണ്ട് ഭഗവാന്റെ നേരെ ചാടുന്നു, ഓടുന്നു. പിന്നെ അവിടെ വെച്ച് ഭഗവാൻ അവരുടെയൊക്കെ കൂടെ രാസനൃത്തം ആടുകയാണ്. 110 ഗോപികളുമായിട്ട് ഭഗവാൻ രാസലീല ആടിയെന്നാണ്. ഒരു രാസമണ്ഡലി തയ്യാറാക്കിയിട്ട് അവിടെ വെച്ച് അവർ നടത്തിയ നൃത്തം. ആ നിലാവുള്ള രാത്രിയിൽ അവരുടെ താളം പിടിച്ചുള്ള പാട്ടും നൃത്തവും 16,000 രാഗത്തിൽ പാട്ടുപാടിയിട്ട് നൃത്തമാടി എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ആ ധന്യമായ വൃന്ദാവന ഭൂമിയിലൂടെ ചന്ദ്രൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. ചന്ദ്രൻ ഈ നൃത്തം കണ്ടപ്പോൾ തോന്നി, ഇന്ന് ഈ ഷോ കണ്ടിട്ടേ പോവുള്ളൂ എന്ന്. ചന്ദ്രൻ കറക്കം നിർത്തി. അപ്പോഴാണ് ചന്ദ്രന് ബോധം വന്നത്, താൻ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല, മറ്റവർ വന്നിരിക്കും എന്നുള്ളത്. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് നിർത്തിവെക്കൂ, നമ്മളൊക്കെ കുറച്ചു നേരത്തേക്ക് ഡാൻസ് ഒന്നും, നിങ്ങളൊന്നും കറക്കൊന്നും വേണ്ട. നോക്കൂ, ആ കാലഘട്ടത്തിൽ ഗ്രഹങ്ങൾ കറങ്ങുന്നു എന്നൊക്കെയുള്ള അറിവ് ഉള്ളതുകൊണ്ടാണല്ലോ ഗ്രഹങ്ങളോട് നിൽക്കാൻ പറയുന്നത്. ഗ്രഹങ്ങളൊക്കെ സ്തംഭിച്ചു എന്ന് പറയാണ്. എത്ര ദിവസം എത്ര നിലാവ് ഉണ്ടായിരുന്നു എന്നും എത്ര ദിവസം ആ രാസലീല ഉണ്ടായിരുന്നു എന്നും പറയാൻ സാധ്യമല്ല. ഏതായാലും ഗോപികമാരുടെ ജീവിതത്തിന്റെ പരിപൂർണ അനുഗ്രഹീതമായ നിമിഷങ്ങളായിരുന്നു ആ രാസലീല പ്രിയൻ. എല്ലാം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അവർ ഭഗവാനുമായിട്ട് രാസനൃത്തം ആടിയെന്ന് പറയുന്നു. ഇതാണ് രാസലീല. അവിടുത്തെ ലീലയുടെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, 16,000, 1 കോടിയിലധികം 100 കോടിയിലധികം ഗോപികമാരെന്നൊക്കെയാ പറയുന്നത്. ഓരോ ഗോപികയ്ക്കും തോന്നിയത്രേ തങ്ങളുടെ കൂടെ ഒരു കൃഷ്ണനുണ്ടെന്ന്. ഭഗവാൻ ഒന്നേയുള്ളൂ, പക്ഷെ ഗോപികമാർ അനവധിയായിരുന്നു. അവരുടെയൊക്കെ കൂടെ ഭഗവാൻ ആടുമ്പോൾ ഓരോ ഗോപികയ്ക്കും തോന്നി, എന്റെ കൂടെ മാത്രമേ കൃഷ്ണനുള്ളൂ എന്ന്. അങ്ങനെ ഒരു വികാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നാണ്. അങ്ങനെ അവരുടെ ജീവിതത്തെ ധന്യമാക്കിയ നൃത്തമാണ് രാസലീല. അപ്പോ ഈ കഥ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കഥയുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? 5000 വർഷങ്ങൾക്ക് മുമ്പ് കുറെ ഗോപികമാരുമായിട്ട് ഭഗവാൻ രാസലീല ആടിയിരിക്കാം. ഇന്നും നിങ്ങൾ വൃന്ദാവനത്തിൽ പോയ രാസലീല ആടിയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഏതായാലും ആ സ്ഥലം കണ്ട 1 കോടി ജനങ്ങളൊന്നും അവിടെ കൊള്ളില്ല. ചെറിയൊരു വട്ടം സ്ഥലമുള്ളൂ അവിടെ. അപ്പോൾ ഈ കഥയുടെ പിന്നിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന തത്വം എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാസം എന്ന് പറഞ്ഞാൽ രസം എന്നാണല്ലോ അർത്ഥം. ജീവിതം രസിക്കണം, അതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യം. ദുഃഖിക്കാനല്ല ആരും വന്നിരിക്കുന്നത്. എല്ലാവരും ആനന്ദിക്കാനാണ് വന്നിരിക്കുന്നത്, സന്തോഷിക്കാനാണ് വന്നിരിക്കുന്നത്. ആർക്കും ദുഃഖം ആവശ്യമില്ല. പിന്നെയും ദുഃഖം എവിടെ നിന്ന് കടന്നു വരുന്നു?
അതാണ് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. പറയുന്നു, ജീവിതം രസിക്കാൻ അറിയാത്തവർക്കാണ് ദുഃഖം വരുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് താരതമ്യങ്ങളിലിരിക്കുകയാണ്. കമ്പാരിസനാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രശ്നം. അടുത്ത വീട്ടിലേക്ക് നോക്കിയിട്ടാണ് നമ്മുടെ സുഖം നിശ്ചയിക്കുന്നത്. അടുത്ത വീട്ടിലെ ഭർത്താവ് നന്നായി പെരുമാറുന്ന കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിനോട് അസൂയ. കണ്ടില്ലേ അയാൾ എന്തൊക്കെയാ പറയുന്നത് ഭാര്യയോട്? പോകുമ്പോഴും പറയണു, നോക്ക് നീയല്ലാതെ വേറെ ആരും എനിക്കില്ല. എന്ത് ചെയ്യുമ്പോഴും നന്ദി പറയണു, അത് പറയണു, ഇത് നിങ്ങൾ എന്തെങ്കിലും നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് കമ്പാരിസൺ തുടങ്ങും. അപ്പുറത്തുള്ള ഭാര്യയെ നോക്കിയിട്ട് ഇവിടുത്തെ ഭർത്താവ് തുടങ്ങും, നോക്കൂ നീ എത്ര അതായിട്ടാണ് ആ ഭർത്താവിനെ അവൾ കൊണ്ടു നടക്കുന്നത്. നീ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ എൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടോ? രാവിലെ എണീക്കണോ, കുളിക്കണോ, വിളക്ക് വെക്കണോ, എന്താ ഒരു അച്ചടക്കവും ചിട്ടയും. നീയാണെങ്കിൽ എണീക്കണമെങ്കിൽ ഞാൻ എത്ര അലറണം. ഇങ്ങനെ കമ്പാരിസണിലാണ് ലോകം നിൽക്കുന്നത്. നമ്മളും കുട്ടികളേതാ നോക്കുന്നത്? നോക്ക അടുത്ത കുട്ടി പഠിക്കുന്നത് നോക്കടാന്ന്. അപ്പോഴേക്കും ഇവൻ തുടങ്ങും, ഈശ്വര എന്തിനാ കുട്ടിക്ക് ജീവൻ കൊടുത്തതെന്ന്. ഇങ്ങനെ കമ്പാരിസണിലാണ് ലോകം വളരുന്നത്. മറ്റൊരാളെ നോക്കിയിട്ട് നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അംഗീകരിച്ചിരിക്കുന്നു പലതിൻ്റെയും കുറവുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത്. ഒരു ഭാര്യയും ഭർത്താവും ചിരിച്ച തമാശയായിട്ട് പോണ കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കാത്തൊരു ഭാര്യയ്ക്ക് അസൂയ വരും. അപ്പോൾ എന്തൊരു ജീവിതമാണ് അവരുടെ ജീവിതം, എനിക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടിയില്ലല്ലോ. ചിലപ്പോൾ ഭ്രാന്താവും അവർക്ക്, അത് നമ്മളറിയില്ല. നമ്മളെന്നാലും അങ്ങനെ പറയുന്നു പറയാണ്. അതിന്റെ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കില്ല. എപ്പോഴും നമ്മുടെ മനസ്സ് അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോ ജീവിതത്തിൽ രസം അനുഭവിക്കണമെങ്കിൽ, മരിക്കുന്നത് വരെ രസം അനുഭവിക്കണമെങ്കിൽ ആദ്യം ഈ കമ്പാരിസൺ എടുത്ത് കളയണം. നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നത് എടുത്ത് കളയണം. അതിനെന്ത് വേണം? ഒരാളുമായി താരതമ്യം ചെയ്ത് എടുത്ത് കളയണമെങ്കിൽ നമ്മളിൽ ഉള്ളതിനെ നമ്മൾ തിരിച്ചറിയണം. അതാരാണ് നമ്മളിൽ ഉള്ളത്? നമ്മളെ നമ്മളാക്കി തീർക്കുന്നത് കൃഷ്ണനാണെന്ന ബോധം വെച്ചുകൊണ്ട് കൃഷ്ണനിൽ രസിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. കൃഷ്ണനെ മനസ്സിലാക്കി കൃഷ്ണനിൽ രസിക്കുന്നതിനെയാണ് കൃഷ്ണപ്രേമം, ഭക്തി എന്നെല്ലാം പറയുന്നത്. ഭഗവാനിൽ മനസ്സ് വെച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക പ്രേമത്തോടുകൂടിയിട്ട്. അങ്ങനെ ഒരു പ്രേമം നമുക്ക് ഹൃദയത്തിൽ വാർത്തെടുക്കാൻ സാധിച്ചാൽ, നിങ്ങൾ മീരാഭായിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരുപാട് നമ്മുടെ ആചാര്യന്മാരുടെ ജീവിതം എടുത്ത് നോക്കൂ. അവരൊക്കെ ജീവിതത്തിൽ ആനന്ദിച്ചത് ഈ ഭക്തിയിലൂടെയാണ്, പ്രിയാണ്, പ്രേമത്തിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മുടെ ജീവിതം രാസലീലയാക്കാം. ലീല എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഒരു ലീല തന്നെ, ഒരു അഭിനയം തന്നെ, ഒരു നടനം തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ഭഗവാന്മാരെയൊക്കെ വിളിക്കുന്നത് നടന്മാരെന്നാ വിളിക്കുക. എല്ലാവരും നടിക്കാൻ കേമന്മാരാണ്. നടന്മാരിൽ ഏറ്റവും കേമനായിട്ടുള്ള ഗുരുവാണ്, നടനം ചെയ്യുന്ന ഗുരുവാണ് ഗുരുവായിരിക്കുന്ന നമ്മുടെ പരമശിവൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, നടരാജഗുരു. ഭഗവാൻ നടരാജ നൃത്തം ചെയ്യും, നടനം ചെയ്യുന്നതിൽ ഗുരുവാണ് അദ്ദേഹം. ഇനി ഭഗവാൻ കൃഷ്ണനെ വിളിക്കുമ്പം പറയും നടവരവഭൂ എന്ന്. നടനം ചെയ്യുന്നതിൽ ഉത്കൃഷ്ടനാണ് ഭഗവാൻ. ഈ രാസലീലയിൽ തന്നെ വരും ആ ഭാഗം. ഇങ്ങനെയൊക്കെ ഭഗവാന്മാർ നടനം ചെയ്യുന്നു. എങ്ങനെയാ അവർക്ക് നടനം ചെയ്യാൻ സാധിച്ചത്? പ്രേമത്തിലൂന്നിയ ജീവിതം. അങ്ങനെ പ്രേമത്തിലൂന്നിയ ജീവിതം ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയിലൊക്കെ കാണാം ഭഗവത് ചൈതന്യമുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതിക്കൊക്കെ ഒരു പ്രസക്തിയുള്ളത്. എപ്പോ ഭഗവത് ചൈതന്യമില്ലേ പ്രകൃതിക്കൊരു പ്രസക്തിയില്ല. കറണ്ടില്ല എങ്കിൽ ഉപകരണങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയുണ്ട്? ഭഗവത് ചൈതന്യമില്ലെങ്കിൽ ഈ ലോകത്തിനെന്ത് പ്രസക്തിയുണ്ട്? അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കാനും ഭഗവാനെ വിചാരം ചെയ്യാനും സാധിച്ചാൽ അത് തന്നെ രാസലീല പറയാം. ഈ രാസലീല എന്നുള്ളതിന് മറ്റൊരു ശബ്ദമുണ്ട്. രാസം എന്നതിന് പൊതുവെ കാമം എന്നൊരർത്ഥമുണ്ട്. കാമം, അതിലൂടെയാണ് ഓരോ ജീവനും പ്രകടമാവുന്നത്. അതുകൊണ്ട് ഏത് മനുഷ്യനിലും പ്രബലമായ രണ്ട് വികാരങ്ങൾ, ഒന്ന് കാമവും രണ്ട് സ്നേഹവും ആയിരിക്കും. അതില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ലോകത്തിൽ. ഏത് മൃഗത്തിലും ഉണ്ടായിരിക്കും കാമവും സ്നേഹവും. ഒരു പട്ടിയിലുമുണ്ട് കാമം, പട്ടിയിലുണ്ട് സ്നേഹം. ഒരേറ്റവും ക്രൂരനായ സിംഹത്തിലും കാമമുണ്ട്, ആ സിംഹത്തിനും സ്നേഹമുണ്ട് അതിൻ്റെ കുട്ടിയോട്. ഏത് ജീവജാലങ്ങൾക്കത് സഹജമാണ്. അത് തന്നെ മനുഷ്യരിലുണ്ട് പറയാണ്. എന്നാൽ പ്രേമം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? കാമമെന്നാൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന
സാധനങ്ങളോടും വ്യക്തികളോടുമുള്ള ആസക്തിക്കാണ് കാമം എന്ന് പറയുക. ഒരു ഭർത്താവിന് ഭാര്യയോട് കാമമുണ്ടാവും, അതുപോലെ ഭാര്യയ്ക്ക് തിരിച്ചു ഇങ്ങോട്ടുണ്ടാവും, കാമുകന് കാമുകയോടുണ്ടാവും. കാരണം അത് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നൊരു സംതൃപ്തിയാണത്. എന്നാൽ കുട്ടികളോടൊക്കെയുള്ള വികാരം എന്ന് പറയുന്നത് സ്നേഹമാണത്. അത് കുറേയും കൂടി സൂക്ഷ്മമാണത്. അത് മാനസികമായിട്ട് കുറേയും കൂടി ആഴത്തിലിരിക്കുന്നു സ്നേഹം എന്നാണ്. അതും കഴിഞ്ഞിട്ടുള്ള ഒരു തലമാണ് പ്രേമമെന്നത്. പ്രേമമെന്നത് ബുദ്ധിയുടേതാണ്, വിവേകത്തിൻ്റെതാണ്. ഭഗവാനെ പ്രേമിക്കാൻ സാധിക്കണമെങ്കിൽ വിവേകബുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആസക്തമാക്കുകയാണെങ്കിൽ എന്നിലേക്ക് ആസക്തമാക്കാൻ പരിശീലിക്കൂ വിവേകം കൊണ്ട്. അതെന്തിനാ ഭഗവാനെ അങ്ങയിൽ ആസക്തമാക്കുന്നത്? അങ്ങയിൽ ആസക്തമാക്കി കഴിഞ്ഞാൽ എന്താ ഞങ്ങൾക്ക് കിട്ടുന്നത്? ഭഗവാൻ പറയുന്നു, നിങ്ങൾ കാമത്തിലും സ്നേഹത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സുഖങ്ങളെല്ലാം ഭയത്താലും ദുഃഖത്താലും നിറഞ്ഞിരിക്കും. ഇന്ന് സ്നേഹിക്കുന്നവര് നാളെ വിട്ടുപോകുമെന്ന ഭയം, ഇന്ന് സ്നേഹിക്കുന്നത് നാളെ നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം, ദുഃഖം, ഇതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായേ പറ്റുള്ളൂ. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് ദുഃഖവും ഭയവുമില്ലാത്തൊരു സുഖം അനുഭവിക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം. എല്ലാ ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു സുഖം നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കും.